നമസ്കാരം. 2026 ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ, അതായത് കർക്കിടകം 16 മുതൽ ചിങ്ങം 15 വരെ കുംഭക്കൂറുകാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പരിശോധിക്കാം. രവി മാസാരംഭത്തിൽ കർക്കിടകത്തിലാണ്. ഓഗസ്റ്റ് 17 സ്വന്തം ക്ഷേത്രമായ ചിങ്ങത്തിലേക്ക് മാറി വരികയാണ്. കുജൻ ഇടവത്തിലും ആഗസ്റ്റ് 2 മിഥുനത്തിലേക്കും മാറുകയാണ്. ബുധൻ മാസാരംഭത്തിൽ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലും 5 കർക്കിടകത്തിലേക്കും 22 ചിങ്ങത്തിലേക്കും മാറി വരുന്നു. ശനി മീനത്തിലാണ്. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ്. വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലാണ്. ശുക്രൻ അതിൻ്റെ നീചരാശിയായ കന്നിയിലുമാണ്. കുജൻ 2 ശത്രുക്ഷേത്രത്തിലേക്കാണ് മാറുന്നത്. എന്നാൽ ബുധൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയും 5 ശത്രുക്ഷേത്രത്തിലേക്ക് മാറുകയും 22 വീണ്ടും ബന്ധുക്ഷേത്രത്തിലേക്ക് വരികയുമാണ്. മറ്റുള്ള ഗ്രഹങ്ങൾ ഈ സമയത്ത് മിത്രക്ഷേത്രത്തിലുമാണ്. അവിട്ടം അവസാനത്തെ 2 പാദം, ചതയം പൂരുരുട്ടാതി മുക്കാല് അടങ്ങിയ കുംഭക്കൂറുകാർക്ക് 2026 ഓഗസ്റ്റ് മാസം ചാരവശാലുള്ള പൊതുഫലം എന്താണെന്ന് നോക്കാം. തൊഴിൽപരമായി പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ അനുകൂലമാണ്. തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പ്രൊമോഷന് സാധ്യതയുണ്ട്. തൊഴിൽ തടസ്സം മാറിക്കിട്ടുന്നതാണ്. വരുമാന വർധനവും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് സംബന്ധമായി നേട്ടമുണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ 2ാം പകുതി അത്ര ഗുണകരമല്ല. തൊഴിലിടങ്ങളിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മേലധികാരിയുടെ അപ്രീതി ഉണ്ടാവാനും ഈ സമയത്ത് സാധ്യത കാണുന്നു. ധനനഷ്ടം ഉണ്ടാകുവാനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. ധനപരമായി പറയുകയാണെങ്കിൽ വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായി വരുമാനം ഉണ്ടാവുന്നതാണ്. പുതിയ സംരംഭം തുടങ്ങുവാനും അതുവഴി ലാഭമുണ്ടാക്കുവാനും നേട്ടമുണ്ടാക്കുവാനും ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് പങ്കാളിയുമായി രമ്യതയിൽ പോകുവാനും ബിസിനസ് നേട്ടമുണ്ടാകുവാനും സാധിക്കുന്നതാണ്. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. പുതിയ പങ്കാളിയെ കണ്ടെത്താനും അതുവഴി ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധിക്കുന്നതാണ്. വായ്പക്ക് ആഗ്രഹിച്ചവർക്ക് വായ്പ കിട്ടുന്നതാണ്. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുവാനും സാധ്യതയുണ്ട്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ ആരോഗ്യം അത്ര ഗുണകരമായിരിക്കില്ല. ഈ സമയത്ത് ചെറിയ ചെറിയ അസുഖങ്ങൾ വരുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ തക്ക സമയത്ത് പരിശോധന ആവശ്യമാണ്. മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ യോഗ, മെഡിറ്റേഷൻ എന്നിവ ശീലിക്കുന്നത് നല്ലതാണ്. പങ്കാളിക്ക് അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബപരമായി നോക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്ര ഫലമാണ്. കുടുംബത്തിൽ സമാധാനക്കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. തുറന്ന സംസാരം ആവശ്യമാണ്. ദേഷ്യവും എടുത്തുചാട്ടവും ഒക്കെ ഈ സമയത്ത് ഒഴിവാക്കേണ്ടതുണ്ട്. സംസാരം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. പ്രണയിക്കുന്നവർക്കും ഒരു സമ്മിശ്രമായ ഫലമാണ് ഉണ്ടാവുന്നത്. തർക്കങ്ങളിൽ ഏർപ്പെടാതെ നോക്കേണ്ടതുണ്ട്. അഭിപ്രായ ഭിന്നത ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് അകൽച്ച ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. സംസാരത്തിൽ നിയന്ത്രണം ആവശ്യമാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അത്ര ഗുണകരമല്ല. ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വിവാഹത്തിൽ അനുകൂലമായ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ്. എടുത്തുചാടിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നത് ഗുണകരമായിരിക്കില്ല. വളരെ ആലോചിച്ച ശേഷമേ ഈ മാസം തീരുമാനമെടുക്കുവാൻ പാടുള്ളൂ. വിദ്യാർത്ഥികൾക്ക് മികവ് തെളിയിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. മത്സര പരീക്ഷയ്ക്ക് നേട്ടം ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ്. പുതിയ കോഴ്സിന് ആഗ്രഹിക്കുന്നവർക്ക് അതിൽ ചേരുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടുവാൻ ഈ സമയത്ത് അവസരം ഒത്തുവരുന്നതാണ്. അകൽച്ചുള്ള ശത്രുക്കൾ അടുത്തു വരുവാനും രമ്യതയിൽ പോകുവാനും ഒക്കെ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ ആവശ്യമാണ്. യാത്രയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ആത്മീയത വർദ്ധിക്കുന്ന സമയമാണ്. പുണ്യക്ഷേത്ര ദർശനം നടത്തുവാൻ സാധ്യതയുണ്ട്.
ഏഴര ശനിയുടെ അവസാന കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അലസതയും കാര്യവിഘ്നവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള വർഷം ആയതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട സമയം കൂടിയാണ്. ഇവർക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും എള്ളുതിരി നീരാഞ്ജനം എന്നിവ കത്തിക്കുകയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും സർപ്പക്ഷേത്ര ദർശനം നടത്തുകയും ഒക്കെ ചെയ്താൽ ഈ മാസം ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ ലഘൂകരിക്കുവാൻ കഴിയുന്നതാണ്.